വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫി പാർട്ടിൽ ശിലകൾ എന്ന് പറയുന്നൊരു ഭാഗമാണ് പഠിക്കുന്നത്. ശിലകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെട്രോളജി. ശിലകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെട്രോളജി എന്നറിയപ്പെടുന്നു. അപ്പം ഈ ഒരു പാർട്ട് HSS എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വിവിധ തരത്തിലുള്ള ശിലകളെക്കുറിച്ച് കഴിഞ്ഞ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നറിയപ്പെടുന്നു. ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതുഘടക വിശേഷങ്ങൾ, പരൽക്രമം, ഘടന, ഉത്ഭവം, ഇവ കാണപ്പെടുന്ന പ്രദേശം, രൂപമാറ്റം, മറ്റു ശിലകളുമായുള്ള ബന്ധം തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ അറിയപ്പെടുന്നത് പെട്രോളജിസ്റ്റ്. അപ്പോൾ ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി, ശിലകളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തുന്നവർ പെട്രോളജിസ്റ്റ്. ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ധാതുക്കൾ. അപ്പം സിലിക്ക, അബ്രം, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് ശിലകളിൽ അടങ്ങിയിരിക്കുന്നത്. ഉറപ്പ് കൂടിയ ശിലകൾക്കുദാഹരണമാണ് ഗ്രാനൈറ്റ്. ഉറപ്പ് കൂടിയ ശിലകൾക്കുദാഹരണം ഗ്രാനൈറ്റ്. വെളുത്ത നിറത്തിലുള്ള ശിലകൾക്കുദാഹരണം ക്വാർട്ട്സൈറ്റ്. ഉറപ്പ് കൂടിയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, വെളുത്ത നിറത്തിലുള്ള ശിലകൾക്കുദാഹരണം ക്വാർട്ട്സൈറ്റ്. കറുത്ത നിറത്തിലുള്ള ശിലകൾക്കുദാഹരണമാണ് ഗാബ്രോ അല്ലെങ്കിൽ കൃഷ്ണശില എന്നറിയപ്പെടുന്നു. ഇത് കറുത്ത നിറത്തിലുള്ള ശിലകൾക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് വിവിധ ഇനം ശിലകൾ. അപ്പം രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്കനുസരിച്ച് ശിലകളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ശിലകൾ രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനമാക്കി മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ്, അവസാദ ശിലകൾ, സെഡിമെൻ്ററി റോക്സ്, കായാന്തരിത ശിലകൾ. അപ്പോൾ ശിലകളെ അവ രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൽ ആഗ്നേയ ശിലകളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അന്തർവേദ ശിലകളെന്നും ബാഹ്യജാത ശിലകളെന്നും. ഇനി ആഗ്നേയ ശിലകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മാഗ്മ അഥവാ ലാവ ഘനീഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അപ്പം ഭൂമിയിൽ നിന്ന് ഭൗമാന്തര ഭാഗത്തുള്ള മാഗ്മ അല്ലെങ്കിൽ ലാവ ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഈ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകളെന്നും അറിയപ്പെടുന്നു. ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകളെന്നും പിതൃശിലകളെന്നും അടിസ്ഥാന ശിലകളെന്നും ശിലകളുടെ മാതാവ് എന്നും അഗ്നിപർവ്വതജന്യ ശിലകളെന്നും അറിയപ്പെടുന്നു. അപ്പം ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശില, പിതൃശില, അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ്, അഗ്നിപർവ്വതജന്യ ശില എന്നൊക്കെ അറിയപ്പെടുന്നത്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, പെഗ്മറ്റൈറ്റ്, ഗാബ്രോ, ടഫ് എന്നിവ. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, പെഗ്മറ്റൈറ്റ്, ഗാബ്രോ, ടഫ് എന്നിവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ശിലയാണ് ആഗ്നേയ ശില. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ശില ആഗ്നേയ ശില. എല്ലാ ശിലകളും ഇവയിൽ നിന്ന് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ ആദിമശില അല്ലെങ്കിൽ ഒറിജിനൽ റോക്സ് എന്നറിയപ്പെടുന്നു. വൻകരകളെ ഉൾക്കൊള്ളുന്ന ഭൂവൽക്ക ഭാഗത്തിൻ്റെ ഉൾഭാഗവും സമുദ്രവൽക്കങ്ങളുടെ ഉൾഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആഗ്നേയ ശിലകളാലാണ്. ആഗ്നേയ ശിലകളെ അവ രൂപം കൊള്ളുന്ന പ്രദേശമനുസരിച്ച് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അന്തർവേദ ശിലകളെന്നും ബാഹ്യജാത ശിലകളെന്നും. പ്ലൂട്ടോണിക് റോക്സ് ആൻഡ് വോൾക്കാനിക് റോക്സ്. അപ്പം ആഗ്നേയ ശിലകളെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അന്തർവേദ ശിലകളും ബാഹ്യജാത ശിലകളും. ഭൂവൽക്കത്തിൻ്റെ ആഴമുള്ള ഭാഗങ്ങളിൽ രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലകളാണ് അന്തർവേദ ശിലകൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശിലകൾ.
ഭൂവൽക്കത്തിൻ്റെ ആഴമുള്ള ഭാഗങ്ങളിൽ രൂപം കൊള്ളുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലകളാണ് അന്തർവേദ ബാഹ്യജാത ശിലകൾ. ഓക്കെ, ഭൂമിയുടെ ആഴമുള്ള ഭാഗങ്ങളിൽ രൂപം കൊള്ളുന്നത് അന്തർവേദ ശിലകളും ഭൂമിയുടെ ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നത് ബാഹ്യജാത ശിലകളും ആണ്, അല്ലെങ്കിൽ വോൾക്കാനിക് റോക്സ് എന്നും പറയുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും അധികം താഴ്ചയില്ലാത്ത ഭൗമാന്തര ഭാഗങ്ങളിൽ, അതായത് ഭൗമോപരിതലത്തിന് താഴെയായും പ്ലൂട്ടോണിക് ശിലകൾ രൂപം കൊള്ളുന്നതിന് മുകളിലായും കാണപ്പെടുന്ന ശിലകളാണ് ഹൈപ്പേബിസൽ ശിലകൾ. ഹൈപ്പേബിസൽ ശിലകൾ. അപ്പോൾ എന്താണ് ഹൈപ്പേബിസൽ ശിലകൾ? ഭൗമോപരിതലത്തിൽ നിന്നും അധികം താഴ്ചയില്ലാത്ത ഭൗമാന്തര ഭാഗങ്ങളിൽ, അതായത് ഭൗമോപരിതലത്തിന് താഴെയായും പ്ലൂട്ടോണിക് ശിലകൾ രൂപം കൊള്ളുന്നതിന് മുകളിലായും കാണപ്പെടുന്ന ശിലകളാണ് ഹൈപ്പേബിസൽ ശിലകൾ. ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം ബസാൾട്ട്. ബസാൾട്ട് ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ്. പരൽ രൂപമില്ലാത്ത ശിലകളാണ് ബസാൾട്ട് ശിലകൾ. ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ അന്തർവേദ ശിലകൾ. ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ. അന്തർവേദ ശിലകളുടെ മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് ശിലകൾ അല്ലെങ്കിൽ പാതാള ശിലകൾ. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് ഗാബ്രോ. ഗാബ്രോ എന്നറിയപ്പെടുന്ന ആഗ്നേയ ശില അന്തർവേദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ബസാൾട്ട് ബാഹ്യജാത ശില, ഗാബ്രോ അന്തർവേദ ശില. ഭൗമാന്തർ ഭാഗത്ത് വെച്ച് മാഗ്മ സാവധാനം തണുത്തുറയുമ്പോൾ ശിലകളുടെ തരികൾ വലിപ്പമുള്ള തരികളാകുന്നു. ഭൗമാന്തർ ഭാഗത്ത് വെച്ച് മാഗ്മ സാവധാനം തണുത്തുറയുമ്പോൾ വലിപ്പമുള്ള തരികളുള്ള ശിലകൾ രൂപം കൊള്ളുന്നു. ഉപരിതലത്തിലേക്ക് എത്തുന്ന ലാവ അതിവേഗം തണുത്തുറയുമ്പോൾ നേർത്ത തരിയുള്ള ശിലകളാണ് രൂപപ്പെടുന്നത്. അടുത്തതായിട്ട് രാസഘടനയെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. രാസഘടനയെ അടിസ്ഥാനപ്പെടുത്തി, അതായത് ശിലകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ആഗ്നേയശിലകളെ 4 വിഭാഗങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്നു. ഇതാണ് ഫെൽസിക് ആഗ്നേയശിലകൾ, മാഫിക് ആഗ്നേയശിലകൾ, ഇൻ്റർമീഡിയറ്റ് ആഗ്നേയശിലകൾ, അൾട്രാമാഫിക് ഓർ അൾട്രാബേസിക് ആഗ്നേയശിലകൾ. ശിലകളെ അവയിൽ അടങ്ങിയിരിക്കുന്ന രാസഘടനയുടെ അടിസ്ഥാനത്തിൽ ഫെൽസിക് ആഗ്നേയശിലകളെന്നും മാഫിക് ആഗ്നേയശിലകളെന്നും ഇൻ്റർമീഡിയറ്റ് ആഗ്നേയശിലകളെന്നും അൾട്രാമാഫിക് ഓർ അൾട്രാബേസിക് ആഗ്നേയശിലകളെന്നും 4 തരംതിരിച്ചിരിക്കുന്നു. ഫെൽസിക് ആഗ്നേയശിലകൾ. ഫെൽസ്പാർ എന്നതിലെ ഫെൽ എന്നതും സിലിക്കൺ എന്നതിലെ സിക് എന്നതും എന്നീ വാക്കുകൾ ചേർന്നാണ് ഫെൽസിക് എന്ന പദമുണ്ടായത്. ഫെൽസിക് ശിലകൾ സിലിക്കൺ, ഓക്സിജൻ എന്നിവയാൽ സമ്പന്നമാണ്. അപ്പം സിലിക്കൺ, ഓക്സിജൻ എന്നിവയാൽ സമ്പന്നമാണ് ഫെൽസിക് ശിലകൾ. താഴ്ന്ന ദ്രവണാങ്കവും ഇളം നിറവുമുള്ള ഈ ശിലകളിൽ ഇളം നിറമുള്ള ധാതുക്കളായ ക്വാർട്സ്, ഫെൽസ്പാർ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ആ ഫെൽസിക് ശിലകളിൽ ക്വാർട്സ്, ഫെൽസ്പാർ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഫെൽസിക് ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, റയോലൈറ്റ്. ഫെൽസിക് ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, റയോലൈറ്റ്. അടുത്തത് മാഫിക് ആഗ്നേയ ശിലകൾ. മാഫിക് ശിലകളിൽ സിലിക്ക അംശം കുറവും മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ കൂടുതലുമാണ്. മാഫിക് ശിലകളിൽ സിലിക്ക അംശം കുറവും മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ കൂടുതലുമാകുന്നു. ഉയർന്ന ദ്രവണാങ്കമുള്ള ഇവയ്ക്ക് ഫെൽസിക് ശിലകളെ അപേക്ഷിച്ച് കടും നിറവും ഉയർന്ന സാന്ദ്രതയുമുണ്ട്. ഉയർന്ന ദ്രവണാങ്കമാണ് മാഫിക് ശിലകൾക്ക്. ഇവയ്ക്ക് കടും നിറവും ഉയർന്ന സാന്ദ്രതയുമുണ്ട്. കടും നിറമുള്ള ധാതുക്കളായ ഒലിവിൻ, പൈറോക്സിൻ, ആംഫിബോൾ എന്നിവ മാഫിക് ശിലകളിൽ അടങ്ങിയിരിക്കുന്നു. കടും നിറമുള്ള ധാതുക്കളായ ഒലിവിൻ, പൈറോക്സിൻ, ആംഫിബോൾ എന്നിവ മാഫിക് ശിലകളിൽ അടങ്ങിയിട്ടുണ്ട്. മാഫിക് ശിലകൾക്ക് ഉദാഹരണമാണ് ഗാബ്രോ, ബസാൾട്ട് എന്നിവ. ഗാബ്രോ, ബസാൾട്ട് എന്നിവ മാഫിക് ശിലകൾക്ക് ഉദാഹരണമാണ്.
സിലിക്ക 45% മുതൽ 52% വരെയുള്ള ഈ ശിലകളെ ബേസിക് ശിലകളെന്നും പറയുന്നു. നെക്സ്റ്റ്, ഇൻ്റർമീഡിയറ്റ് ആഗ്നേയ ശിലകൾ. ഇളം നിറമുള്ള ധാതുക്കളും കടും നിറമുള്ള ധാതുക്കളും ഏതാണ്ട് തുല്യ അളവിലുള്ള മധ്യമ രാസഘടനയാണ് ഇൻ്റർമീഡിയറ്റ് ശിലകളിൽ കാണപ്പെടുന്നത്. ഇളം നിറമുള്ള ധാതുക്കളും കടും നിറമുള്ള ധാതുക്കളും തുല്യ അളവിലുള്ള മധ്യമ രാസഘടനയുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ആഗ്നേയ ശിലകൾ. ഇതിനുദാഹരണമാണ് ഡയോറൈറ്റ്, ആൻറ്റിസൈറ്റ്. ഡയോറൈറ്റ്, ആൻറ്റിസൈറ്റ് എന്നിവ ഇൻ്റർമീഡിയറ്റ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അടുത്തതായി അൾട്രാമാഫിക് ഓർ അൾട്രാബേസിക് ആഗ്നേയ ശിലകൾ. ഇരുമ്പ്, മഗ്നീഷ്യം ധാതുക്കളാൽ സമ്പന്നമായ ഇവയിൽ പ്രധാനമായും ഒലിവിൻ, പൈറോക്സിൻ എന്നീ ധാതുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. അൾട്രാമാഫിക് ശിലകളിൽ ഒലിവിൻ, പൈറോക്സിൻ എന്നീ ധാതുക്കൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇരുമ്പ്, മഗ്നീഷ്യം എന്നീ ധാതുക്കളാൽ സമ്പന്നമാണ് അൾട്രാമാഫിക് ശിലകൾ. അൾട്രാമാഫിക് ശിലകൾക്ക് ഉദാഹരണമാണ് ഡ്യൂണൈറ്റ്, പെരിഡോറ്റൈറ്റ് എന്നിവ. ഡ്യൂണൈറ്റ്, പെരിഡോറ്റൈറ്റ് എന്നിവ അൾട്രാമാഫിക് ശിലകൾക്ക് ഉദാഹരണമാണ്. അൾട്രാമാഫിക് ശിലകളിലെ സിലിക്ക ശതമാനം 45% കുറവാണ്. ഇതിൽ ഇരുമ്പും മഗ്നീഷ്യവുമാണ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. ഇതിനുദാഹരണമാണ് ഡ്യൂണൈറ്റ്, പെരിഡോറ്റൈറ്റ് എന്നിവ. അടുത്തതായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആഗ്നേയ ശിലകൾ, അതായത് 5 തരം ആഗ്നേയ ശിലകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് താരതമ്യേന ഇളം നിറമുള്ളതും ഹോളോ ക്രിസ്റ്റലീയമായതും വലിയ തരികളോട് കൂടിയതുമായ പ്ലൂട്ടോണിക് ശിലകളാണ്. ഗ്രാനൈറ്റിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് ക്വാർട്സ്, ഫെൽസ്പാർ എന്നിവ. അടുത്തത് റയോലൈറ്റ്. ഇളം നിറമുള്ള വോൾക്കാനിക് ശിലയാണ് റയോലൈറ്റ്. ധാതുക്കളുടെ ക്രിസ്റ്റലീകരണം അസാധ്യമാകും വിധം മാഗ്മ അതിവേഗം തണുക്കാറുണ്ട്. തൽഫലമായി ഉണ്ടാകുന്ന വോൾക്കാനിക് ശിലയാണ് ഒബ്സിഡിയൻ ശില. നെക്സ്റ്റ്, പെഗ്മാറ്റൈറ്റ്. വളരെ വലിയ തരികളോട് കൂടിയ ആഗ്നേയ ശിലകളാണ് പെഗ്മാറ്റൈറ്റ്. മാഗ്മയുടെ ക്രിസ്റ്റലീയ പ്രക്രിയയുടെ അവസാന ഘട്ടങ്ങളിലാണ് ഇവ രൂപം കൊള്ളുന്നത്. നെക്സ്റ്റ്, ഡയോറൈറ്റ്. ചാരനിറമുള്ളതും വലുതു മുതൽ ചെറുതു വരെയുള്ള ശിലാതരികളോട് കൂടിയതുമായ ഇൻ്റർമീഡിയറ്റ് അന്തർജാത ശിലകളാണ് ഡയോറൈറ്റ്. അപ്പോൾ ഡയോറൈറ്റ് എന്നത് ചാരനിറമുള്ളതും വലുതു മുതൽ ചെറുതു വരെയുള്ള ശിലാതരികളോട് കൂടിയതുമായ ഇൻ്റർമീഡിയറ്റ് അന്തർജാത ശിലകളാണ് ഡയോറൈറ്റ്. അടുത്തതായിട്ട് ആൻറ്റിസൈറ്റ്. ഇരുണ്ടതോ കറുത്തതോ ആയ സൂക്ഷ്മതരികളോട് കൂടിയ അഫനിറ്റിക് മുതൽ പോർഫിറിറ്റിക് വരെയുള്ള ടെക്സ്ചർ സ്വഭാവം കാണിക്കുന്ന ബാഹ്യജാത വോൾക്കാനിക് ശിലയാണ് ആൻറ്റിസൈറ്റ്. ഇരുണ്ടതോ കറുത്തതോ ആയ സൂക്ഷ്മതരികളോട് കൂടിയ അഫനിറ്റിക് മുതൽ പോർഫിറിറ്റിക് വരെയുള്ള ടെക്സ്ചർ സ്വഭാവം കാണിക്കുന്ന ബാഹ്യജാത വോൾക്കാനിക് ശിലയാണ് ആൻറ്റിസൈറ്റ്. ഇതിൽ കാണപ്പെടുന്ന കടും നിറമുള്ള ധാതുക്കളാണ് ഒഗൈറ്റ്, ഹോൺബ്ലെൻഡ്, ബയോടൈറ്റ് എന്നിവ. അടുത്തത് ഗാബ്രോ. സമ്പൂർണ്ണ ക്രിസ്റ്റലീയവും വലിയ തരികളോട് കൂടിയതുമായ മാഫിക് അന്തർജാത ശിലയാണ് ഗാബ്രോ. സാധാരണയായി പച്ച കലർന്ന ഇരുനിറത്തിലാണിവ കാണപ്പെടുന്നത്. അടുത്തത് ബസാൾട്ട്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വോൾക്കാനിക് ശിലയാണ് ബസാൾട്ട്. ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലകളാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല, ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകൾ. ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണാണ് കറുത്ത പരുത്തിമണ്ണ്, അല്ലെങ്കിൽ റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത പരുത്തിമണ്ണ് ബസാൾട്ടിൻ്റെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണാണ്. പരുത്തി കൃഷിക്ക് യോജിച്ച മണ്ണാണ് റിഗർ മണ്ണ്.
നെക്സ്റ്റ് ഡോളിറൈറ്റ്. ഇടത്തരം തരികളടങ്ങിയ അന്തർജാത ശിലകളാണ് ഡോളിറൈറ്റ്. നെക്സ്റ്റ് ഡ്യൂണൈറ്റ്. ഇളം മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ശിലകളാണ് ഡ്യൂണൈറ്റ്. അപ്പോൾ ഇത്രയാണ് ആഗ്നേയശിലകളുടെ വിവിധ തരത്തിലുള്ള ആഗ്നേയശിലകൾ. അടുത്തതായിട്ട് അവസാദശിലകൾ. അവസാദശിലകൾ എങ്കിൽ സെഡിമെൻ്ററി റോക്സ്. പ്രകൃതി ശക്തികളായ കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, വേലിയിറക്കങ്ങൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് അവസാദശിലകൾ. നേരത്തെ ഉണ്ടായിരുന്ന ശിലകളുടെ കഷ്ണങ്ങൾ ഉൾച്ചേർന്നോ ലായനികളിൽ നിന്നും മൂറിയുണ്ടാകുന്ന അവശിഷ്ടങ്ങളിൽ നിന്നോ രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദശിലകൾ. ഭൂവൽക്കത്തിൽ 7% മാത്രമാണ് അവസാദശിലകൾ. അടിഞ്ഞുകൂടുക എന്നർത്ഥം വരുന്ന സെഡിമെൻ്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് സെഡിമെൻ്ററി എന്ന പദം ഉത്ഭവിച്ചത്. അപ്പം സെഡിമെൻ്ററി എന്ന പദം ഉത്ഭവിച്ചത് സെഡിമെൻ്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. ഭാരവും കാഠിന്യവും കുറവായ ശിലകളാണ് അവസാദശിലകൾ. ഇവ ജലകൃതശിലകൾ, സ്തരിതശിലകൾ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അപ്പം ഭാരവും കാഠിന്യവും കുറഞ്ഞ ശിലകളാണ് അവസാദശിലകൾ. ഇവ ജലകൃതശിലകളെന്നും സ്തരിതശിലകളെന്നും അറിയപ്പെടുന്നു. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദശിലകൾ. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദശിലകൾ. മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന അവസാദശിലയാണ് കൽക്കരി. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് അവസാദശിലകൾ. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ഹിമാനികളുടെ നിക്ഷേപ ഫലമായി ഉണ്ടായിട്ടുള്ള അവസാദശിലകളാണ് ടില്ലറ്റുകൾ. ഹിമാനികളുടെ നിക്ഷേപ ഫലമായി ഉണ്ടായിട്ടുള്ള അവസാദശിലകളാണ് ടില്ലറ്റുകൾ. കക്ക, ചിപ്പി എന്നിവയിൽ നിന്നും രൂപം കൊള്ളുന്ന അവസാദശിലയാണ് ചുണ്ണാമ്പ് കല്ല്. പാളികളായി രൂപപ്പെടുന്നതുകൊണ്ട് അവസാദശിലകൾ അറിയപ്പെടുന്ന പേരാണ് അടുക്കുശില അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ്. പാളികളായി കാണപ്പെടുന്നതുകൊണ്ട് അവസാദശിലകൾ അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നു. അവസാദശിലകൾ രൂപപ്പെടുന്ന രീതികൾ. അപ്പോൾ അവസാദശിലകൾ രൂപപ്പെടുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ബലകൃതമായി രൂപപ്പെടുന്നവ, ജൈവികമായി രൂപപ്പെട്ടവ, രാസികമായി രൂപപ്പെട്ടവ. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. കഴിഞ്ഞ HSAക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ജൈവിക അവസാദശിലയ്ക്ക് ഉദാഹരണം. ജൈവിക അവസാദശിലയ്ക്ക് ഉദാഹരണമാണ് ഡൈക്ക്, ഡയറ്റോമൈറ്റ്, ജിപ്സം, ലോയ്സ്. ഇതിൽ ജൈവിക അവസാദശിലയ്ക്ക് ഉദാഹരണം ഡയറ്റോമൈറ്റാണ്. അപ്പോൾ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അവസാദശിലകൾ രൂപപ്പെടുന്ന രീതി. ഫസ്റ്റ് വൺ, ബലകൃതമായി രൂപപ്പെട്ടവ. അപ്പം അതിനുദാഹരണമാണ് മണൽക്കല്ല്, ഷെയ്ല്, കൺഗ്ലോമറേറ്റ്. അപ്പം മണൽക്കല്ല്, ഷെയ്ല്, കൺഗ്ലോമറേറ്റ്, ചുണ്ണാമ്പ് കല്ല്, ലസ് ഇവ ബലകൃതമായി രൂപം കൊണ്ട അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്തത് ജൈവികമായി രൂപപ്പെട്ടവ. ഗീസറൈറ്റ്, ചോക്ക്, കൽക്കരി, ചുണ്ണാമ്പ് കല്ല്, ഡയറ്റോമൈറ്റ് എന്നിവ ജൈവികമായി രൂപപ്പെട്ട അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. ഗീസറൈറ്റ്, ചോക്ക്, കൽക്കരി, ചുണ്ണാമ്പ് കല്ല്, ഡയറ്റോമൈറ്റ്. രാസികമായി രൂപപ്പെട്ടവ ചെർട്ട്, പൊട്ടാഷ്, ഹാലൈറ്റ് എന്നിവ രാസികമായി രൂപപ്പെട്ട അവസാദശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്തത് കായാന്തരിത ശിലകൾ.
ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയശിലകളുടെയോ അവസാദശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായ മാറ്റമുണ്ടായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. അപ്പം ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയശിലകളുടെയോ അവസാദശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായി മാറ്റമുണ്ടായി രൂപം കൊള്ളുന്ന ശിലകൾ കായാന്തരിത ശിലകൾ. അപ്പോൾ കായാന്തരിത ശിലകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന രൂപമാറ്റ പ്രക്രിയയാണ് കായാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫിസം എന്നറിയപ്പെടുന്നത്. ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായി ഉപരിതലത്തിലെ ശിലകൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് താഴ്ത്തപ്പെടുമ്പോൾ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കാം. അപ്പോൾ എന്താണ് കായാന്തരീകരണം എന്ന് ചോദിച്ചാൽ ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ പുനഃപരലീകരണത്തിനും പുനഃസംഘാടനത്തിനും വിധേയമാകുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം. ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങൾ പുനഃപരലീകരണത്തിനും പുനഃസംഘാടനത്തിനും വിധേയമാകുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം അല്ലെങ്കിൽ മെറ്റാമോർഫിസം എന്നറിയപ്പെടുന്നത്. മെറ്റാമോർഫിസം എന്ന വാക്കിൻ്റെ ഉത്ഭവം മാറ്റം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിലെ മെറ്റ, രൂപം എന്നർത്ഥമുള്ള മോർഫ് എന്നിവ കൂടിച്ചേർന്നാണ്. നെക്സ്റ്റ്, കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം: സ്ലേറ്റ്, നൈസ്, മാർബിള്, ഷിസ്റ്റ്, ക്വാർട്സൈറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അത് പഠിച്ചു വെക്കുക. സ്ലേറ്റ്, നൈസ്, മാർബിള്, ഷിസ്റ്റ്, ക്വാർട്സൈറ്റ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. കായാന്തരീകരണം 2 തരത്തിലുണ്ട്. ബലതന്ത്ര കായാന്തരീകരണം ഡൈനാമിക് മെറ്റാമോർഫിസം ആൻഡ് താപീയ കായാന്തരീകരണം തെർമൽ മെറ്റാമോർഫിസം. ഡൈനാമിക് മെറ്റാമോർഫിസം ആൻഡ് തെർമൽ മെറ്റാമോർഫിസം. ബലതന്ത്ര കായാന്തരീകരണവും താപീയ കായാന്തരീകരണവും. അപ്പം എന്താണ് ബലതന്ത്ര കായാന്തരീകരണം? സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനത് ധാതുക്കൾ പൊട്ടിയും ഞെരുങ്ങിയും പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് ബലതന്ത്ര കായാന്തരീകരണം. അപ്പം അവിടെ എന്താണ് രാസമാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, മറിച്ച് അവിടെ എന്താണ് ശിലകൾ തമ്മിൽ പൊട്ടിയും ഞെരുങ്ങിയും പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയാണ് ബലതന്ത്ര കായാന്തരീകരണം. അടുത്തത് താപീയ കായാന്തരീകരണം. ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായി രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് താപീയ കായാന്തരീകരണം. താപീയ കായാന്തരീകരണത്തെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്: സമ്പർക്ക കായാന്തരീകരണവും പ്രാദേശിക കായാന്തരീകരണവും. കായാന്തരീകരണത്തെ ബലതന്ത്ര കായാന്തരീകരണമെന്നും താപീയ കായാന്തരീകരണമെന്നും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇത് ബലതന്ത്ര കായാന്തരീകരണം എന്നത് രാസപരമായ മാറ്റങ്ങൾ വരാതെ പൊട്ടിയും ഞെരുങ്ങിയും പുനരേകീകരിക്കപ്പെടുന്നതാണ്. താപീയ കായാന്തരീകരണം എന്നത് ഇവയിൽ രാസപരമായ മാറ്റം സംഭവിക്കുകയും പരലുകൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ താപീയ കായാന്തരീകരണത്തെ സമ്പർക്ക കായാന്തരീകരണമെന്നും പ്രാദേശിക കായാന്തരീകരണമെന്നും 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൽ സമ്പർക്ക കായാന്തരീകരണം എന്നത് ഭൗമാന്തർഭാഗത്തു നിന്നും വമിക്കുന്ന ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലകളുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിൻ്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന പരലുകളും ക്രമീകരിച്ചുണ്ടാകുന്ന കായാന്തരീകരണമാണ്. പ്രാദേശിക കായാന്തരീകരണം എന്നത് ടെക്ടോണിക് ചലനത്തിൻ്റെ ഫലമായോ ഉയർന്ന താപത്തിൻ്റെയോ മർദ്ദത്തിൻ്റെയോ ഇവ രണ്ടിൻ്റെയും കൂടി ഫലമായോ ശിലകൾ പുനഃപരലീകരണത്തിന് വിധേയമായി രൂപമാറ്റം സംഭവിക്കുന്ന കായാന്തരീകരണമാണ് പ്രാദേശിക കായാന്തരീകരണം. ഇനി അടുത്തത് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം: നൈസ്, ഷിസ്റ്റ്, മാർബിള്, സ്ലേറ്റ്, ക്വാർട്സൈറ്റ്, ഷെയില്, രത്നങ്ങൾ, വജ്രം, മരതകം ഇവയെല്ലാമാണ്. അപ്പോൾ ഇതിൽ സ്ലേറ്റ് എന്നത് എന്താണ്? ഷെയിൽ എന്ന അവസാദ ശിലയിൽ നിന്നും രൂപം കൊണ്ട ഫോളിയേഷനുള്ള കായാന്തരിത ശിലയാണ് സ്ലേറ്റ്. അപ്പോൾ സ്ലേറ്റ് ഷെയിൽ എന്ന അവസാദ ശിലയിൽ നിന്നും രൂപം കൊണ്ടതാണ് സ്ലേറ്റ്.
ഇവിടെ ശിലകളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കായാന്തരീകരണത്തിൻ്റെ ഫലമായി ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ അവസാദ ശിലകൾ കായാന്തരിത ശിലകളായിട്ട് മാറുന്നത്. അപ്പോൾ ഗ്രാനൈറ്റ് നൈസായിട്ട് മാറുന്നു, ഗ്രാനൈറ്റ് നൈസാകുന്നു, ചുണ്ണാമ്പ് കല്ല് മാർബിളാകുന്നു, ബസാൾട്ട് ഷിസ്റ്റാകുന്നു, മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആകുന്നു, കളിമണ്ണ് ഷെയിൽ എന്നിവ സ്ലേറ്റായിട്ട് മാറുന്നു, കൽക്കരി ഗ്രാഫൈറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ശിലകളിൽ വരുന്ന മാറ്റം. ഗ്രാനൈറ്റ് നൈസ്, ചുണ്ണാമ്പ് കല്ല് മാർബിള്, ബസാൾട്ട് ഷിസ്റ്റ്, മണൽക്കല്ല് ക്വാർട്സൈറ്റ്, കളിമണ്ണ് ഷെയിൽ സ്ലേറ്റ്, കൽക്കരി ഗ്രാഫൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പാർട്ടായിട്ടുള്ള ബദറിങ് ആൻഡ് ഇറോഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.